നമസ്തേ. നമുക്ക് ദിക്കും വിധിക്കും. എന്താ വിധിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിക്കിലെ വീടുകളുമുണ്ട്, വിധിക്കിലെ വീടുകളുമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു വലിയ സംശയമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അത് പലർക്കും ദിക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കിഴക്കെന്ന് പറയുന്നത് പല വീടുകളിൽ നമ്മൾ ചെന്ന് കോമ്പസ് വെച്ച് നോക്കുമ്പോൾ കിഴക്ക് ചിലപ്പോൾ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ആയിരിക്കും. അപ്പം ഈ ദിക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഏതൊരു കാര്യവും പറയുന്നതും ദിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഞാൻ രണ്ട് ദിക്കിലെയും വിധിക്കിലെയും ആയിട്ടുള്ള ചെറിയൊരു പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊരു ചെറിയ സ്ക്വയർ എടുക്കുകയാണ്. അതിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുന്നു. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇത് ദിക്കിലുള്ള ഒരു വീടിന്റെ 8 ദിക്കുകളായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം വിധിക്കിലാണെങ്കിൽ ഇത് യഥാക്രമം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഈ ഈസ്റ്റ് എന്ന് പറയുക സൗത്ത് ഈസ്റ്റ് വന്നിടത്ത് ഇവിടെ ഈസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വെസ്റ്റ് ആയിരിക്കും. അടുത്തത് ഈസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ദിക്ക് ഏതാ വരുന്നത്? സൗത്ത് ഈസ്റ്റാ വരുന്നത്. സൗത്ത് ഈസ്റ്റ് കഴിഞ്ഞ് സൗത്ത് വരും. ഇവിടെ സൗത്ത് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് നോർത്ത് വരും. അപ്പോൾ സൗത്ത് കഴിഞ്ഞിട്ട് അടുത്തത് സൗത്ത് വെസ്റ്റ് വരും. വെസ്റ്റ് വന്നു. അടുത്തത് രണ്ടും കൂടെ ചേർന്ന് നോർത്ത് വെസ്റ്റ് വരും. ഇവിടെ രണ്ടും കൂടെ ചേർന്ന് നോർത്ത് ഈസ്റ്റ് വരും. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാണ് ദിക്കും വിധിക്കും. ഇത് പലർക്കും ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയ വീട് വെക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നുണ്ട്. അവർ ഒരു ദിക്കിനെ ഇത് കിഴക്കാണ് അല്ലെങ്കിൽ ഇത് തെക്കാണെന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വീടിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ഈ വീടും ഇതുമായിട്ട് തട്ടിച്ചു നോക്കാം. ഇപ്പൊ ഇത് തെക്ക്, ഈ ഭാഗം വരുമ്പോൾ ഇവിടെ എവിടെയാണ്? ഇത് സൗത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ വിചാരിക്കും ഇത് സൗത്ത് വെസ്റ്റ് ആണെന്ന്. എന്നിട്ട് ഇവർ ഇവിടെ എന്ത് ചെയ്യും? സൗത്ത് വെസ്റ്റ് എന്ന് ഇവർ ധരിക്കും. എന്നിട്ട് ഈ വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം വെച്ചിട്ട് ഇവർ ഇവിടെ കൊണ്ടുപോയി ടോയ്ലറ്റ് പണിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? സൗത്ത് വെസ്റ്റിലാണ്. ഒരുപാട് വീട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവര് ഒരു ഉദ്ദേശം വെച്ചിട്ട് പ്ലാൻ ചെയ്തെടുക്കുമ്പോൾ ഇത് സൗത്ത് ഈസ്റ്റും ഇത് സൗത്ത് വെസ്റ്റും എന്ന് കരുതും. ഇത് യഥാർത്ഥത്തിൽ കോമ്പസിൽ എവിടെയാണ്? സൗത്താ വരുന്നത്. ഇത് സൗത്ത് വെസ്റ്റ് ആയിട്ട് ഒരു സങ്കല്പിച്ചിട്ട് അടുത്ത വരുന്ന ഭാഗം വെസ്റ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ യഥാർത്ഥ കോമ്പസ് നമ്മൾ സെൻട്രൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ നീഡിൽ കാണിക്കുന്ന എവിടെയായിരിക്കും? ഇത് സൗത്ത് വെസ്റ്റിലായിരിക്കും. അപ്പൊ എന്ത് പറ്റി? സൗത്ത് വെസ്റ്റിൽ ടോയ്ലറ്റ് കയറി. അത് ഇങ്ങനെ വിധിക്കിരി വീടുകൾ വെക്കുന്നവർ വളരെ കൃത്യമായിട്ട് ഒരു വാസ്തുവും ഫെങ്ഷനും കൂടെ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് തന്നെ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എളുപ്പിച്ച് ഈ വീടിന്റെ പ്ലാൻ അവർക്ക് കൊടുക്കുമ്പോൾ ഈ വീടിന്റെ പ്ലാനിനെ കറക്റ്റ് 8 ഡിവൈഡ് ചെയ്ത് തരാൻ പറയണം. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനെ കറക്റ്റ് 8 ഡിവൈഡ് ചെയ്ത് തരാൻ പറയണം. അപ്പോൾ എവിടം മുതൽ എവിടം വരെ ഓരോ റൂമുകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അത് എടുത്തു പറയാന്ന് പറഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട് പോയി കൺസൾട്ട് ചെയ്തപ്പോൾ അവർ ദിക്കിലെ വീടെന്നും പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ അവർക്ക് ഇവിടെ വന്നിരിക്കുന്നത് ടോയ്ലറ്റ് അല്ല, ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് കിച്ചണാണ്. അതായത് ഇത് സൗത്ത് ഈസ്റ്റ് എന്ന് കരുതിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയയും ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് കിച്ചണും വെച്ചു. അപ്പൊ കറക്റ്റ് കോമ്പസ് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് സൗത്ത് വെസ്റ്റ് ആണ്. അവരുടെ കന്നിമൂലയിൽ ഇപ്പൊ എന്താ ഇരിക്കുന്നത്? അടുക്കളയാണ് ഇരിക്കുന്നത്. ഓരെങ്കിൽ ഇതിന്റെ വെളിയിൽ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? സെപ്റ്റിക് ടാങ്കും ചെയ്തു. അപ്പൊ കന്നിമൂലയിൽ വീടിന് പുറത്ത് സെപ്റ്റിക് ടാങ്കും വന്നു, വീട്ടിനകത്ത് അവിടെ കിച്ചണും വന്നു. അപ്പൊ ചില വീടുകളിൽ ഇവിടെ ടോയ്ലറ്റ് വരും. അപ്പോൾ നമ്മളിത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു വീടിന്റെ പ്ലാൻ എടുത്തപ്പോഴത്തേക്ക് ഇപ്പൊ ദിക്കിലെ വീട് തന്നെയാണെന്ന് പറയും. വീടിന്റെ പ്ലാൻ എടുത്തപ്പോൾ ഈ വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതേ ബുദ്ധിമുട്ടുകൾ ഈ 45 ഡിഗ്രിക്ക് അകത്ത് വന്നാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട് പുതുതായിട്ട് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു വീട് വെക്കുന്ന സമയത്ത് തന്നെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ വീടിന്റെ ഓരോ 45 ഡിഗ്രികളും എവിടെ മുതൽ എവിടം വരെയാണെന്ന് മനസ്സിലാക്കി ആ സ്ഥലത്ത്, അതിന്റെ തെക്ക് പടിഞ്ഞാറ് വരുന്ന സ്ഥലത്തോ അതിന്റെ വടക്ക് കിഴക്ക് വരുന്ന സ്ഥലത്തോ അതിന്റെ തെക്ക് കിഴക്ക് വരുന്ന സ്ഥലത്തോ കഴിവതും ടോയ്ലറ്റുകൾ ഒഴിവാക്കി നിങ്ങൾ ആ പ്ലാൻ കറക്റ്റ് ചെയ്യുക. അഥവാ അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് ദിക്കും വിധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും കറക്റ്റ് കോമ്പസ് എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ദിക്ക് തെറ്റും. ചിലർ ഫോണിൽ കൂടെ ചോദിച്ചിട്ട് പറയും, സാറേ ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യാവൂ, ഇന്നത് ചെയ്യട്ടാന്നൊക്കെ ചോദിക്കും.
അപ്പോൾ നമ്മൾ ആ ദിക്കിനെ വെച്ചിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യാന്ന് പറയും. എന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവർ പറയും സാർ ഒന്ന് കൺസൾട്ട് ചെയ്യാമെന്ന് ചോദിക്കും. നമ്മൾ അവിടെ പോയി കോമ്പസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞതൊന്നും അല്ല ദിക്ക്, നമ്മൾ ഈ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തതെല്ലാം തെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൃത്യമായ കോമ്പസിന്റെ ഡിഗ്രികളെ ബേസ് ചെയ്തിട്ട് അത് ഓരോ ഡിഗ്രി എവിടെ മുതൽ എവിടം വരെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതാത് സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ റൂമുകൾ പ്ലാൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വിധിക്കിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. വിധിക്കിനെ പറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തുവിൽ പറയുന്നു ദിക്കിലെ വീടുകളാണ് നല്ലത്, വിധിക്കിലെ വീടുകൾ വാസ്തുപ്രകാരം നല്ലതല്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത്. പക്ഷേ വിധിക്കിലെ വീട് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്, അതിൽ പ്രോസ്പെരിറ്റി ഉള്ള വീടുകളുമുണ്ട്. ഫെങ്ഷുവിൽ പറയുന്നു നിങ്ങളുടെ വീട് ദിക്കോ വിധിക്കോ എന്നുള്ളത് ഇവിടെ ബാധകമല്ല. വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ നല്ല നക്ഷത്രങ്ങൾ എൻട്രൻസിൽ വരികയും നല്ല നക്ഷത്രങ്ങൾ ബെഡ്റൂമിൽ വരികയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നല്ലൊരു ജീവിതം ഈ വിധിക്കിലെ വീടുകളിൽ തന്നെ നയിക്കാൻ പറ്റുമെന്ന് ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.